പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ സമൂസ ലീഫ് വെച്ചിട്ട് ചെയ്യാൻ പറ്റിയ ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ അത് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയൊക്കെ ഒന്ന് ചൂടായി വരുമ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും 2 സവാള കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ സമയത്ത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടി ചേർത്ത് ഒന്നും കൂടി ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് പൊടികളായിട്ട് 2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് നമുക്ക് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ആ പൊടികളുടെയൊക്കെ പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ബീഫ് വേവിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഉപ്പിട്ട് വേവിച്ചെടുത്ത ബീഫാണത്. അതൊന്ന് ക്രഷ് ചെയ്തെടുത്തതാണത്. പിന്നെ ഇതിലേക്ക് 2 ഉരുളക്കിഴങ്ങ് വേവിച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ കുറച്ച് ഗ്രീൻ പീസ് വേവിച്ചതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. മസാലയൊക്കെ എല്ലാ ഭാഗത്തും ഒന്ന് പിടിക്കുന്നത് വരെ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ അതാ നമ്മുടെ സ്നാക്കിന് വേണ്ട ഫില്ലിംഗ് ഒക്കെ ഒന്ന് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാം. ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി ഞാൻ ആ സമൂസ ലീഫൊക്കെ ഒന്ന് എടുത്ത് 2ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ ലീഫ് ഒന്ന് ഒട്ടിച്ചെടുക്കാനായിട്ട് ഒരു 2 ടേബിൾ സ്പൂണോളം മൈദപ്പൊടിയിലേക്ക് അല്പം വെള്ളം ഒഴിച്ച് നല്ലപോലെ ഒന്ന് കലക്കിയെടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ ലീഫ് എടുത്ത് അതിൻ്റെ 4 സൈഡിലും ഈ മൈദയുടെ പേസ്റ്റ് ഒന്ന് തേച്ച് കൊടുത്ത ശേഷം നമുക്ക് ഫില്ലിങ് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ അതാ ഫില്ലിംഗ് ഒക്കെ ഒരു സൈഡിൽ വെച്ച് കൊടുത്തിട്ടൊന്ന് റോൾ ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാ സൈഡും ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. എന്നിട്ട് വേണമെങ്കിൽ ഈ ഫോർക്ക് ഉപയോഗിച്ചിട്ട് ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ അതാ ബാക്കിയുള്ളതും കൂടി ഇതേപോലെ തന്നെ ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ ഒന്ന് മറക്കരുത് കേട്ടോ. അപ്പോൾ അതാ ബാക്കിയുള്ള ഇതും കൂടി ഒന്ന് ഫില്ലിങ് നിറച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതാ എല്ലാത്തിലും ഫില്ലിംഗ് ഒക്കെ നിറച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിത് എയർ ഫ്രയറിലാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അതിനായിട്ട് ഇതിലേക്ക് ഒരല്പം ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി എയർ ഫ്രയറിൻ്റെ ബാസ്ക്കറ്റിലേക്ക് നമുക്ക് ഇതെല്ലാം ഒന്ന് വച്ചു കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പാനിൽ അല്പം ഓയിൽ ഒഴിച്ചിട്ട് ഇതേപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ അധികം എണ്ണയൊന്നും ഇഷ്ടമില്ലാത്തവർക്ക് ഇങ്ങനെ ഒന്ന് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി ഇതിൻ്റെ മുകളിലും അല്പം ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ ലീഫ് പെട്ടെന്ന് തന്നെ ഡ്രൈ ആയി പോകും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അല്പം ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിത് എയർ ഫ്രയറിലേക്ക് വെച്ച് കൊടുക്കാം. ഒരു 10 മിനിറ്റിന് ശേഷം ഞാനിത് ഒന്ന് എടുത്ത് മറ്റേ സൈഡും ഒന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതാ എല്ലാം തന്നെ ഒന്ന് മറിച്ചിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് വീണ്ടും ഒരു 10 മിനിറ്റും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതാ നമ്മുടെ സ്നാക്കൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ ഒന്ന് മറക്കരുത്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഇത്രയേ ഉള്ളൂ. നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.